ഹായ് ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയെ വീട്ടിലെത്തിക്കാട്ടോ ചെയ്യുന്നത് കൃഷ്. അതിനുശേഷം തന്നെ കൺമണി ഹാപ്പി അല്ലേടാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു. അതിനുശേഷം തന്നെ അവൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയില്ലേ, ഹാപ്പി അല്ലേടാ എന്നൊക്കെ പറയുമ്പോൾ അവൾ തീർച്ചയായും ഹാപ്പിയാണ് അമ്മേ. അവൾ ഞാനുണ്ടായിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എനിക്കും അവളെ രക്ഷപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയും. നീ ഞങ്ങളുടെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് സുജു കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം അച്ഛനാണെങ്കിൽ കൺമണിയോട് ആ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണ്. വരുണിൻ്റെ പേരിൽ വീട് എഴുതി കൊടുത്തതിന് ശേഷമാണ് അവൻ ജപ്തിയിൽ നിന്ന് അവനെ നമ്മളെ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഓ, അപ്പോൾ അത് ശരി, അതാണപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ. ഞാൻ പറഞ്ഞതിൽ ഒരിക്കലും അച്ഛനോ മനോജേട്ടനോ വിശ്വസിച്ചില്ലായിരുന്നില്ലേ? അവൻ്റെ ചതി ഇപ്പോൾ നേരിട്ട് കണ്ടതല്ലേ നിങ്ങൾ? പിന്നെ ഞാൻ വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഞാൻ ജപ്തി തീർക്കില്ല എന്ന് കരുതിയല്ലേ? ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നിങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അച്ഛന് ഉത്തരം ഇല്ല പറയാനായിട്ട്. അതിനുശേഷം എന്തായാലും ഈ വിവരം അമ്മായിമാരറിഞ്ഞാൽ, അതായത് വരുണിന് നമ്മുടെ വീട് എഴുതി കൊടുത്ത കാര്യം അമ്മായിമാരറിഞ്ഞാൽ ആ പാവങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ആകെ ടെൻഷനായി നിൽക്കാട്ടോ. പിന്നെ നമ്മുടെ ഗോകുലാണെങ്കിൽ അമ്മായിമാരോട് ഈ സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. പിന്നീട് ധനലക്ഷ്മിയോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഞങ്ങൾ ഈ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും പിന്നെ വരുണ് നമുക്ക് ആ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവന് വല്ല ഈടായിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് പറയുന്നു. മനോജിനാണെങ്കിൽ ഉത്തരങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ആ വീട് കൈവിട്ട് പോയിരിക്കുകയാണ്. ഇനി വരുണിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും ആ വീട്. പക്ഷേ കൺമണിയാണെങ്കിലും ഒരിക്കലും തന്നെ ഇത് സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആ വീട് അവൻ എഴുതി കൊടുത്താലും വേണ്ടില്ല, കൊട്ടാരം അവൻ എഴുതി കൊടുത്താലും വേണ്ടില്ല, എന്ത് തിരിച്ചു കിട്ടിയാലും വേണ്ടില്ല. പക്ഷേ കൺമണി എന്ന ഞാൻ ഒരിക്കലും തന്നെ വരുണിനെ വിവാഹം കഴിക്കില്ല. അവൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീടില്ല എന്ന് പറയുന്നുണ്ട്. അതിനി ആര് മോഹിച്ചാലും അത് നടക്കില്ല, ഇത് കൺമണിയുടെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ മനോജ് ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്താപ്പോൾ അവൾ പറഞ്ഞു പോയത് എന്നുള്ളൊരിത്. അതിനുശേഷം തന്നെ നമ്മുടെ കൺമണിയും ഗോകുലും കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നോ, ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് ആ പാവം കുട്ടിക്ക് തന്നെയാണ്. അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന അപ്പേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നു അപ്പേ. അപ്പോൾ ഒന്ന് വരാതിരുന്നപ്പോൾ എല്ലാം മാഞ്ഞു മറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ല പ്രമോ വിശേഷം.